ജാവാസ്ക്രിപ്റ്റിലെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് എന്ന് പറഞ്ഞ ES6 വന്നതാണ്. ഇത് സിമ്പിൾ കാര്യമാണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ടെംപ്ലേറ്റ് ലിറ്ററൽസിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് ആദ്യം നോക്കാം. ബാക്ക് ടിക് സിൻടാക്സ് ആയിരിക്കും. നമുക്ക് ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ ഒന്നും ആയിരിക്കില്ല, ബാക്ക് ടിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം വൺ ബൈ വൺ ആയിട്ട്, അപ്പോൾ എളുപ്പമാകും. പിന്നെ കോഡ്സ് ഇൻസൈഡ് സ്ട്രിംഗ്, സ്ട്രിങ്ങിന്റെ അകത്ത് കോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടി ലൈൻ സ്ട്രിങ്സിനെ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇന്റർപോളേഷൻ, വേരിയബിൾസ്, ഫംഗ്ഷൻ കോൾസ്, അല്ലെങ്കിൽ ഏത് വാലിഡ് ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് ആയാലും എക്സ്പ്രഷൻ ആയാലും നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിന് പ്രാക്ടിക്കൽ ആയിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ഫുൾ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ എൻ്റെ പേര് എഴുതി. ഫുൾ നെയിം എന്ന് പറയുമ്പോൾ ഫുൾ വേണം അല്ലേ? ഓക്കെ, ഞാൻ ഫുൾ നെയിം എഴുതി. എന്നിട്ട് STR എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ അകത്തേക്ക് എനിക്ക് ഈ പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ആ സ്ട്രിങ്ങിൻ്റെ കൂടെ പ്ലസ് വെച്ചിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് നമ്മുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ആഡ് ചെയ്തിട്ട് കൺസോൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആ ഫുൾ നെയിം ഹലോ ജോബ്സ് വർഗീസ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ? ഇതേ സാധനം നമുക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽ വെച്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുന്നു. നമ്മൾ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് ടിക്സ് ആണ്. ബാക്ക് ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 2 3 ലെറ്റേഴ്സ് ഇല്ല, അതിന് ലെഫ്റ്റ് സൈഡിലുള്ള നെഗേഷൻ സിമ്പിളിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കീ ആണത് ബാക്ക് ടിക്സ്. ബാക്ക് ടിക്സ് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ വാല്യൂ എഴുതാൻ പറ്റും. പക്ഷേ ഹലോ ഫുൾ നെയിം ഹോ അറിയും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ആവത്തില്ല. കാരണം എന്താ ഞാൻ കാണിച്ചില്ല. സേവ് ചെയ്തേക്ക്. ഹലോ ഫുൾ നെയിം എന്ന് വന്നു. നമുക്ക് ഈ വേരിയബിളിന്റെ വാല്യൂ ആണ് വേണ്ടി. ഇവിടെ വേരിയബിൾ മാത്രമല്ലേ ഉള്ളൂ. ഇതിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത്, അതായത് ബാക്ക് ടിക്സിൻ്റെ അകത്ത് ചെയ്യുന്നത് ഒരു $, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ്, അതേപോലെ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്തപ്പോൾ കണ്ടോ ഹലോ ജോബ്സ് വർഗീസ് ഹൗ ആർ യു ഫുൾ നെയിം കിട്ടി കണ്ടോ? അപ്പം ഇത് വെച്ച് ഇതാണ് ബാക്ക് ടിക്സ് യൂസ് ചെയ്യുന്ന ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതെല്ലാം ഇത് കമന്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു സ്ട്രിംഗ് എഴുതാം. നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുന്നു, ബാക്ക് ടിക്സ് ഇടുന്നു. മൈ ഏജ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടുന്നു. എനിക്കൊരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യണത് എന്താ ചെയ്യുന്നത്? നമ്മൾ നോർമലായിട്ട് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു 25 + 36 35 ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? 60 എന്ന് പറഞ്ഞാൽ അല്ലേ? ഇങ്ങനൊരു കാൽക്കുലേഷൻ ബാക്ക് ടിക്സ് അല്ല നോർമലിനകത്താണ് പറഞ്ഞത്. ഇങ്ങനൊരു കാൽക്കുലേഷൻ നമ്മൾ ബാക്ക് ടിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോർമൽ ആണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? നമ്മൾ ബാക്ക് ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ടിക്സിനകത്ത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇതേ സാധനം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് പറ്റും? ഡയറക്റ്റ് ആ വാല്യൂ വരും. പക്ഷെ നമുക്ക് ഇതും നേരത്തെ പറഞ്ഞുകൊണ്ട് എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം. നോക്കി വാല്യൂ കിട്ടി കണ്ടോ? നമുക്ക് എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വേരിയബിളിന്റെ വാല്യൂ ആയിട്ട് എടുക്കാം. ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ലൈൻ നമുക്ക് എഴുതാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഹലോ ഫുൾ നെയിം എടുക്കണം. എന്ത് ചെയ്യും? $, ബ്രാക്കറ്റ്, ഫുൾ നെയിം ഹൗ ആർ യു നമ്മൾ കൊടുത്തു. മൾട്ടി ലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓരോന്നും ഓരോ ലൈനിൽ നമുക്ക് എഴുതാൻ പറ്റും. ബാക്ക് ടിക്സ് ആണെങ്കിൽ ഓരോന്നും ഓരോ ലൈനിൽ എഴുതാൻ പറ്റും. മൈ ഏജ് ഈസ് 15 + 16 ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കണ്ടോ? മൾട്ടി ലൈന് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ടിക്സ് വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റും. ഇതേ സാധനം നമുക്ക് നമ്മുടെ എന്താ വെച്ചാൽ നോർമൽ സ്ട്രിംഗ് വെച്ചിട്ട് എഴുതണമായിരുന്നു എന്ത് പറ്റും നമുക്ക് നോക്കാം. ഇത് കുറച്ചുകൂടെ കമന്റ് ചെയ്തിട്ട് നമുക്ക് എഴുതി നോക്കാം. ഇത് നോക്കാം. നമ്മൾ മൾട്ടി ലൈൻ എഴുതണമെന്നുണ്ടെങ്കിൽ നേരത്തെ അതേ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ നോക്കാം. ഇതേ റിസൾട്ട് നമുക്ക് താഴെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടി വരും. ഡബിൾ കോട്ട്സിൽ ഹലോ എഴുതി, പ്ലസ് ഇട്ടു, കോൺകാറ്റിനേറ്റ് ചെയ്തു, ഫുൾ നെയിം കോൺകാറ്റിനേറ്റ് ചെയ്തു, പ്ലസ് ഇട്ടു, കോമ ഇട്ടു, അതേപോലെ സ്ലാഷിനാണ് 2 സ്പേസ് കൊടുത്തു, 2 നെക്സ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം സ്ലാഷൻ കൊടുത്തു, പിന്നെയും പ്ലസ് ഇട്ടു, ഹൗ ആർ യു, പിന്നെ ഒരു സ്ലാഷൻ കൊടുത്തു അടുത്ത ലൈൻ വരാൻ വേണ്ടി. പിന്നെ നമ്മുടെ കണ്ടന്റ് എഴുതി പ്ലസ് ഇട്ട് വെച്ച് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ ഇട്ടു. ഇതിന് പകരം നമ്മൾ ബാക്ക് ടിക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് എഴുതിയെടുക്കാം. ക്ലിയർ ആയോ? ഇതുകൊണ്ടാണ് ES6 ബാക്ക് ടിക്സ് ആൾക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്.
ഓക്കെ, നമ്മൾ എന്തൊക്കെയായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നൊന്നുകൂടെ നോക്കാം. നമ്മൾ ബാക്ടിക് സിൻടാക്സ് പറഞ്ഞു, ഓട്ട്സ് ഇൻസൈഡ് സ്ട്രിങ്സ് പറഞ്ഞു. സ്ട്രിങ്സിനകത്ത് ഇതേപോലെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രിങ്ങിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട്സ് ഡയറക്റ്റ് ഇടാൻ പറ്റും. ഡബിൾ കോട്ട്സോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സോ, ഞാൻ അവിടെ സിംഗിൾ കോട്ട്സ് ഇടാന്ന് വെച്ചോ. ഡയറക്റ്റ് ആയിട്ട് സ്ട്രിങ്ങിനകത്ത് കണ്ടോ, സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ ഒക്കെ ഇടണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും. ഓക്കെ, പിന്നീട് പറഞ്ഞത് മൾട്ടി ലൈൻ സ്ട്രിങ്സ് പറ്റും, അത് നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ ഇന്റർപോളേഷൻ പറഞ്ഞു, അതായത് വേരിയബിൾസോ ഫംഗ്ഷൻ കോൾസോ അല്ലെങ്കിൽ എന്ത് വാലിഡ് ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ ആയാലും നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും അല്ലേ. നമ്മൾ ആഡ് ചെയ്തു, നമുക്ക് ഇവിടെ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കോൾ ബാക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ടാണ് ബാക്ടിക്സ് ES6 ഭയങ്കര പോപ്പുലർ ആയിരിക്കുന്നത്. നമ്മൾ ഡബിൾ കോട്ട്സ് എഴുതുന്നതിനോ സിംഗിൾ കോട്ട്സ് എഴുതുന്നതിനോ വരെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതായത് കുറച്ചുകൂടെ കോൺസൈസ് ആകും കോഡ്, റീഡബിലിറ്റി കൂടും, അങ്ങനെ കുറെ പ്രയോജനമുണ്ട്. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത എന്ത് പഠിക്കാം? ഡീസ്ട്രക്ചറിങ് പഠിക്കാം. ഓക്കെ.